മറ്റൊരു വാർത്തയിലേക്ക് നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചെന്ന കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനെയും സുരക്ഷാ ഉദ്യോഗസ്ഥനെയും പോലീസ് ചോദ്യം ചെയ്തു. ഗൺമാൻ അനിൽ കല്ലിയൂർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവരെയാണ് ചോദ്യം ചെയ്തത്. നവകേരള യാത്രയ്ക്കിടെ കരിങ്കുടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ആയിരുന്നു മുഖ്യമന്ത്രിയുടെ ഗൺമാൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ വലിയ തോതിൽ മർദ്ദിച്ചത്. പ്രത്യേകിച്ച് പോലീസ് സുരക്ഷ ഒരുക്കുകയും അങ്ങനെ കരിങ്കുടി കാണിച്ചവരെ കീഴ്പ്പെടുത്തി മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ വാഹനം എത്തിയപ്പോൾ ഗൺമാൻ പുറത്തിറങ്ങുകയും സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങുകയും അങ്ങനെ മാറി നിന്നിരുന്ന ആളുകളെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ഒക്കെ ചെയ്ത പശ്ചാത്തലം കൂടിയുണ്ട്. വ്യാപകമായ പ്രതിഷേധവും ഇതിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രതിഷേധത്തിൽ നിന്ന് മാറി നിന്നവരെ അല്ലെങ്കിൽ പോലീസ് കീഴ്പ്പെടുത്തിയവരെ പിന്നീട് എന്തിനാണ് മർദ്ദിച്ചത്, അതും പോലീസിന്റെ കൺമുന്നിൽ വെച്ച് എന്നതായിരുന്നു വളരെ പ്രധാനപ്പെട്ട ആക്ഷേപം. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് ഗൺമാനെ ചോദ്യം ചെയ്തിരിക്കുന്നു. ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചു, ചോദ്യം ചെയ്തു എന്നുള്ളതാണ് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത്. ശരണ്യ സ്നേഹജൻ ആണ്. ഗൺമാൻ അനിൽ കല്ലിയൂർ, അതോടൊപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവരെയാണ് ചോദ്യം ചെയ്തത്. മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയ്ക്കിടെ വ്യാപകമായി തന്നെ കരിങ്കൊടി കാണിക്കൽ ഉണ്ടായിരുന്നു. അതിൽ ആലപ്പുഴ വെച്ച് നടത്തിയ കരിങ്കൊടിക്ക് ഇടെ ആണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ സംഭവം നടന്ന് മാസങ്ങൾക്ക് ശേഷമാണല്ലോ ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടന്നത്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഡിസംബർ 15-നാണ് ആലപ്പുഴയിൽ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ബസ് കടന്നു പോകുന്നതിനിടയിൽ റോഡരികിൽ നിന്ന് പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ അജയും ഒപ്പം തന്നെ തോമസിനും ക്രൂരമർദ്ദനം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അന്ന് ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ റോഡരികിൽ നിന്നാണ് ഇവർ പ്രതിഷേധിച്ചത് 2 പേർ മാത്രമാണ് ആ പ്രതിഷേധ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. ആ പ്രതിഷേധത്തിനിടയിൽ തന്നെ അരൂർ SIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ കസ്റ്റഡിയിലേക്ക് മാറ്റുകയും ഈ യുവാക്കളെ 2 പേരെയും പിടിച്ചു മാറ്റുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെയാണ് പുറകെ വന്ന, അതായത് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയതിനു ശേഷം കുറച്ച് സമയത്തിന് ശേഷം പിറകെ വന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനം നിർത്തി ഈ പുറത്തേക്കിറങ്ങി അനിൽ കല്ലിയൂറും സന്ദീപും അടങ്ങുന്ന 5ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ യുവാക്കളെ മർദ്ദിച്ചത് ഇത് വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. അതായത് ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ എന്ത് പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ ചെറുപ്പക്കാരെ മർദ്ദിച്ചത് എന്നുള്ളതാണ്. ശരണ്യ, അതായിരുന്നല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് മുഖ്യമന്ത്രിയുടെ വാഹനത്തിലേക്ക് ആക്രമണം നടത്തുകയോ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ആക്രമണം ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഗൺമാനും ഇടപെടേണ്ടത് എന്നതാണ് ചട്ടം. എന്നിരിക്കെ പുറത്ത് പ്രതിഷേധിക്കുകയും പ്രതിഷേധക്കാരെ പിന്നീട് പോലീസ് തന്നെ കീഴ്പ്പെടുത്തുകയും അങ്ങനെ പോലീസ് കീഴ്പ്പെടുത്തി നിൽക്കുന്ന ആളുകളെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മർദ്ദിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ദൃശ്യങ്ങളിൽ പകൽ പോലെ വ്യക്തവുമാണ്. അത്തരത്തിൽ വാഹനം വരുന്നു, വാഹനം ചവിട്ടി നിർത്തുന്നു, അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുന്നു. പോലീസുകാർ കാഴ്ചക്കാരായി ഒരുപക്ഷെ അത്ഭുതപ്പെട്ട് വാ പൊളിച്ചു നിൽക്കുക എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിലായിരുന്നു ആ പോലീസുകാർ എന്നത് ആ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുമായിരുന്നു. അതെ അഭിലാഷ്, അന്ന് ആദ്യത്തെ അടി കൊള്ളുന്നത് അരൂർ SIയുടെ മുതുകിലാണ് ആദ്യത്തെ അടി വീഴുന്നത്. അതിനുശേഷം അദ്ദേഹം ഈ അഭിലാഷ് പറഞ്ഞതുപോലെ സ്തംഭിച്ചു നിൽക്കുമ്പോഴാണ് പിന്നീട് പിറകെ വന്നവരെല്ലാം അടിച്ചത്. ആ അടിയിൽ ആ ചെറുപ്പക്കാരെ 2 പേർ, ഒരാളുടെ തലയ്ക്ക് പൊട്ടലേൽക്കുകയും മറ്റൊരാളുടെ കൈയുടെ എല്ലിന് പൊട്ടലേൽക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ പിന്നീട് ഈ ചെറുപ്പക്കാർ പരാതി നൽകിയെങ്കിലും ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. ആദ്യഘട്ടം മുതൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്ക് അനുകൂലമായ നിലപാടായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നീട് ഈ ചെറുപ്പക്കാർ കോടതിയെ സമീപിച്ചാണ് കേസെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തത്. എന്നാൽ ഈ സംഭവത്തിനകത്ത് FIR പോലീസ് ഇടുന്നത് കഴിഞ്ഞ 2023 ഡിസംബർ 23-നാണ് ഇവർ FIR ഇടുന്നത്. FIR ഇട്ട ശേഷം പലതവണ ഇവരെ ചോദ്യം ചെയ്യാനായി പോലീസ് വിളിച്ചിരുന്നു. പക്ഷേ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഹാജരായില്ല എന്ന് മാത്രമല്ല, പലതവണ ഇവർ മുഖ്യമന്ത്രിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ടും ഇലക്ഷൻ പരിപാടികളുമായി ബന്ധപ്പെട്ടും ആലപ്പുഴയിൽ വന്നു പോവുകയും ചെയ്തു. എന്നിട്ട് പോലും അവർ ആ ചോദ്യം ചെയ്യലിന് വിധേയരായിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് തീയതി പോലും 2 ആഴ്ചകൾക്ക് മുമ്പാണ് ആലപ്പുഴയിൽ നിന്നും ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP അരുൺ
തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് കോടതി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പോയ ഘട്ടത്തിൽ ഈ പ്രതികളെ അങ്ങോട്ട് ചെന്ന് ചോദ്യം ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. മാത്രമല്ല, ഇവർക്ക് നോട്ടീസ് നൽകിയതും ഇവിടെ നിന്നുള്ള പോലീസ് സംഘം നേരിട്ടെത്തി അവിടെ തിരുവനന്തപുരത്തെത്തി പോലീസ് ഇവർക്ക് നോട്ടീസ് നൽകുകയായിരുന്നു. അതായത് സാധാരണ ജനത്തിനും ഇവർക്കും വ്യത്യസ്തമായ നീതിയാണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് പറയാൻ കഴിയും. ആ രീതിയിൽ ഒരു വലിയ ഒരു സഹാനുഭൂതിയോട് കൂടിയാണ് ഈ വിഷയത്തെ പോലീസ് ഉദ്യോഗസ്ഥർ നോക്കിക്കാണുകയും മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്ക് വേണ്ടി അത്തരത്തിലൊരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത്. നോട്ടീസ് നൽകാൻ തിരുവനന്തപുരത്തെത്തുന്നു. ഈ കുറേ നാളുകൾക്ക് ശേഷം നോട്ടീസ് നൽകിയിട്ടും ഇവർ എത്താനുള്ള തീയതി പലതവണ കഴിഞ്ഞിട്ടും ഇവർ സൗത്ത് പോലീസിലേക്ക് എത്തിയില്ല. പിന്നീട് അത് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിനെ ഈ കേസ് ജില്ലാ പോലീസ് മേധാവി ഈ കേസ് കൈമാറുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിന്റെ ഡിവൈഎസ്പി തിരുവനന്തപുരത്തെത്തി ഈ പ്രതികളെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഈ കേസിൽ അങ്ങനെ ഉടൻ അറസ്റ്റ് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ എന്നുള്ള രീതിയിൽ എല്ലാ പ്രിവിലേജും അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രതികളെ പോയി തീർച്ചയായും അവിടെ ശരണ്യ പറയുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആണ്, സുരക്ഷാ ഉദ്യോഗസ്ഥരാണ്, അവർക്ക് പ്രിവിലേജുകൾ ഉണ്ടാകും, അത് വേണം താനും. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ആ സാഹചര്യം അറിയാം. എപ്പോഴായിരുന്നു ഇവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു മർദ്ദനമുണ്ടായത്? ആ മർദ്ദനത്തെ സംബന്ധിച്ചൊരു ആക്ഷേപമോ പരാതിയോ ഒന്നുമല്ലല്ലോ, അത് കേരളത്തിന് പൊതുസമൂഹം കണ്ടതുകൂടിയാണ്. എന്നിട്ടും ഇത്രമേൽ വലിയ, അതായത് ഹാജരാകാൻ ആവശ്യപ്പെടുന്നു, അതിന് തയ്യാറാകുന്നില്ല. പിന്നീട് എവിടെയാണോ ഈ ഉദ്യോഗസ്ഥരുള്ളത് അവിടേക്ക് പോലീസ് സംഘത്തിന് എത്തേണ്ടി വരുന്നു, അവിടെ വെച്ച് അതീവ രഹസ്യമായി മൊഴി രേഖപ്പെടുത്തേണ്ടി വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് തെറ്റായൊരു സന്ദേശമാണ് ഈ പൊതുസമൂഹത്തിന് നൽകുന്നത്. എത്ര ഉന്നത ഉദ്യോഗസ്ഥനാണ് എങ്കിലും, ഏത് അധികാരിയോട് ചേർന്ന് നിൽക്കുന്ന ആൾ ആണ് എങ്കിലും പാളിച്ചകൾ ഉണ്ടായാൽ നിയമത്തിന് മുന്നിൽ തുല്യരാണ്. നിയമപരമായി നേരിടേണ്ടത് ഏത് തരത്തിലാണ്. അങ്ങനെ അവരുടെ ഇടയിലേക്കൊക്കെ എത്തിയാണെങ്കിൽ എല്ലാവർക്കും ഇത് ലഭിക്കേണ്ട ആനുകൂല്യമാണ്. പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ചോദ്യം ചെയ്യാൻ കൃത്യമായി ഓരോരുത്തരുടെയും വീടുകളിലേക്ക് എത്തുക, വ്യക്തികളുടെ സൗകര്യത്തിനനുസരിച്ച് അവരുടെ അടുത്തേക്ക് എത്തുക. എന്തായാലും ഇതിപ്പോൾ അനാവശ്യമായൊരു പരിരക്ഷ ലഭിക്കുന്നു എന്നുകൂടി സംശയം തോന്നുന്നില്ലേ? അഭിലാഷ, നമുക്കറിയാം കേരള സമൂഹം ഒന്നടങ്കം വിമർശനത്തിന് വിധേയമാക്കിയ ഒരു സംഭവമായിരുന്നു ഈ വഴിയരികിൽ ആ രണ്ട് ചെറുപ്പക്കാർ, അവർ വീണ് കിടക്കുന്ന ചെറുപ്പക്കാരെ ഈ വലിയ ലാത്തി ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അൽ കല്യൂർ അടക്കമുള്ള ആളുകൾ അടിച്ച് തലപൊട്ടിക്കുകയും ഒപ്പം തന്നെ കൈയുടെ എല്ല് അടിച്ചു പൊട്ടിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവം അന്ന് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലടക്കം വന്നു. കാരണം ഇതിനകത്ത് ആദ്യം പോലീസിന് കസ്റ്റഡിയിലേക്ക് ഈ രണ്ട് ചെറുപ്പക്കാർ മറ്റെവിടെയും നടത്തുന്ന ഒരു പ്രതിഷേധത്തിന്റെ സ്വരം അവരുടെ ഇതിലില്ലായിരുന്നു. അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആ റോഡരികിൽ തന്നെ നിൽക്കുന്നു, ആ വാഹനം കടന്നു പോകുന്നു. അപ്പോൾ തന്നെ അരൂർ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ പിടിച്ചു മാറ്റുകയും ചെയ്യുന്നുണ്ട്. കസ്റ്റഡിയിലേക്ക് മാറിയതിനു ശേഷം ആ ചെറുപ്പക്കാർ യാതൊരുവിധ പ്രതിഷേധവും കാണിക്കുന്നില്ല. അവർ അവിടെ നിൽക്കുമ്പോഴാണ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറകിൽ നിന്ന് വന്ന വാഹനം നിർത്തി, മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോയിട്ടും ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ നിർത്തി എന്നുള്ളതാണ്. അവർ പുറത്തേക്ക് ഇറങ്ങി വന്ന ക്രൂരമായാണ് ഈ ചെറുപ്പക്കാർ രണ്ടുപേർ, അജയ് ആണെങ്കിലും അതേസമയം തോമസിനെ ആണെങ്കിലും ക്രൂരമായാണ് അന്ന് മർദ്ദിക്കുകയും ചെയ്തത്. ഈ സംഭവം മാധ്യമങ്ങളടക്കം വാർത്തയാവുകയും എല്ലാവരും ഈ സംഭവത്തെ അപലപിക്കുകയും ചെയ്തു. കാരണം നമ്മൾ പറയുന്നത് പോലെ ഈ ഭരണ സംവിധാനത്തിൽ നിൽക്കുന്നവർക്ക് അപ്പുറത്തേക്ക് സാധാരണ മനുഷ്യർ ഇതെന്താണ് അവിടെ നടന്നതെന്നുള്ളത് വലിയ തോതിൽ വലിയ വാർത്തയാവുകയും ചെയ്തപ്പോഴൊക്കെ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാട് എന്താണെന്ന് നമുക്കറിയാം. അദ്ദേഹം അത് ദിവസങ്ങളോളം അത് കണ്ടില്ല, അത് തനിക്ക് അറിയില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. താനത് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും തനിക്ക് അങ്ങനെ സംഭവത്തെക്കുറിച്ച് തനിക്ക് അറിയേയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗൺമാന്മാരെ ന്യായീകരിക്കുന്ന സംഭവമാണ് പറഞ്ഞത്. അത്തരത്തിൽ ആ ഒരു ന്യായീകരണവും അത്തരമൊരു പിന്തുണയുമാണ് ഈ കേസിലുടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ചെന്ന് നോട്ടീസ് നൽകുന്നു. ഇവിടുന്ന് നോട്ടീസ് തപാൽ മുഖാന്തരം നോട്ടീസ് അയച്ചിട്ടും അത് കൈപ്പറ്റാനായി തയ്യാറാവാത്തതിനെ തുടർന്ന് ഇവിടുന്ന് നോട്ടീസുമായി തിരുവനന്തപുരത്ത് പോകുന്നു. തിരുവനന്തപുരത്തെത്തി അവർക്കത് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം തീയതി അടക്കം പറയുന്നു, ഇത്രാം തീയതിക്കുള്ളിൽ അവർ എത്തണമെന്നുള്ള കാര്യം നമ്മളെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം അറിയിക്കുന്നു. പക്ഷേ ആ തീയതികളിലൊന്നും ഇവർ ഹാജരാകുന്നില്ല, ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. അതിനിടയിൽ 2 or 3 തവണ മുഖ്യമന്ത്രിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആലപ്പുഴയിൽ ഗസ്റ്റ് ഹൗസിലടക്കം പലയിടങ്ങളിലും വന്നു പോവുകയും ചെയ്തു. അന്നൊന്നും ചോദ്യം ചെയ്യാൻ പോലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പോലും ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇതിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ജില്ലാ പോലീസിനോ മറ്റുള്ളവർക്കോ കഴിയുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, ഇപ്പോൾ ചോദ്യം ചെയ്യാൻ നോട്ടീസ് അങ്ങോട്ട് കൊടുത്തവർ അവിടെ ചെന്ന് തന്നെ കോടതി നടപടികളുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ആലപ്പുഴ
ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി തിരുവനന്തപുരത്ത് എത്തിയ ഘട്ടത്തിൽ ചെന്നാണ് ഇവരെ ഒന്ന് കണ്ട് ഇവരെ ഒന്ന് ചോദ്യം ചെയ്യാനുള്ള അവസരം പോലും 5 മാസങ്ങൾക്ക് ശേഷം ലഭ്യമാകുന്നത് എന്നുള്ളതാണ്. ഈ കേസിൽ അറസ്റ്റോ മറ്റ് നടപടിക്രമങ്ങളോ ഇതുവരെ പോലീസിൽ നീങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇനി വീഡിയോസ് കളക്ട് ചെയ്യണം. അതായത് അന്ന് ഈ ദൃശ്യങ്ങൾ പകർത്തിയ ചില ചെറുപ്പക്കാരുണ്ട്, കേസിന്റെ പ്രവർത്തകരായ ആളുകൾ അല്ലാതെ ആ പരിസരത്ത് നിന്ന ആളുകളുണ്ട്. അവരിൽ നിന്ന് ദൃശ്യങ്ങളടക്കം കളക്ട് ചെയ്യേണ്ട ഫോർമാലിറ്റീസ് ഉണ്ട്. അത് മാധ്യമങ്ങൾക്ക് നൽകിയ ദൃശ്യങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ അറസ്റ്റ് നടപടികളിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ള രീതിയിൽ എന്ന് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമെന്ന്, അത് എന്തുകൊണ്ട് അറസ്റ്റ് നടക്കുന്നില്ല, അല്ലെങ്കിൽ ഫോർമൽ അറസ്റ്റെങ്കിലും ഈ കേസിൽ രേഖപ്പെടുത്താൻ സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പാണ് എങ്കിൽ പോലും അത്തരത്തിലൊരു അറസ്റ്റോ കാര്യങ്ങളോ രേഖപ്പെടുത്താൻ പോലും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഈ പ്രിവിലേജിന്റെ ഒറ്റ പിന്തുണയുടെ പുറത്ത് തന്നെയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അഭിലാഷ്, എന്തായാലും സാധാരണ ജനത്തിന് ഈ ഒരു സുരക്ഷയോ ഈ ഒരു ഇളവോ കിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. അഭിലാഷ്, റൈറ്റ്. എന്തായാലും ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. കരിങ്കൊടി പ്രതിഷേധം എന്നതൊന്നും അത്രമേൽ വലിയ ആക്രമണ സ്വഭാവമുള്ള പ്രതിഷേധമല്ല. ആ പ്രതിഷേധക്കാരെ കീഴ്പ്പെടുത്താൻ പോലീസിന് സാധിച്ചിരുന്നു. അതിനുശേഷം ആയിരുന്നു മുഖ്യമന്ത്രിയുടെ ഗൺമാൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഇറങ്ങി ഇവരെ ക്രൂരമായി മർദ്ദിച്ചത്. അതിൽ ആണ് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തിട്ടുള്ളത്. അതാകട്ടെ ഇവരുടെ ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് പോലീസ് സംഘം എത്തി ചോദ്യം ചെയ്യുന്ന സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത്. ഇടവേള.